അരുവിക്കര തിരുവനന്തപുരത്തിന് പുറത്തുള്ള ഒരു പഴയ ഗ്രാമം. വെള്ളച്ചാട്ടം, ഇരുണ്ട കാടുകൾ, രാത്രിയിൽ പടരുന്ന ശബ്ദങ്ങൾ. എല്ലാം സാധാരണ. പക്ഷേ ലോക്കൽസ് പറയുന്നത് മറ്റൊന്നാണ്. രാത്രി 12-ന് ശേഷമുള്ള മഞ്ഞിനുള്ളിൽ വഴിപോക്കരോട് ആരോ സംസാരിക്കും. ആരും ആരെന്ന് ആരും കണ്ടിട്ടില്ല. 2021 മൺസൂൺ. അനീഷ് ഒരു യങ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഒരു റീസർച്ച് പ്രോജക്റ്റിനു വേണ്ടി അരുവിക്കര ഡാമിന്റെ അടുത്ത് ക്യാമ്പ് ചെയ്തു. അന്ന് രാത്രി അതിശക്തമായ മഴ. വെയിലിന് ശേഷം മാത്രം കാണുന്ന ഒരു തേക്ക് വൈറ്റ് മിസ്റ്റ് കാടിന് മുകളിലൂടെ പതുക്കെ പടർന്നു. മഞ്ഞിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ. ആദ്യം അത് ഒരു മുറിവ് പറ്റിയ ആനിമലാണെന്ന് അനീഷ് വിചാരിച്ചു. പക്ഷെ ശബ്ദം മനുഷ്യനോട് സാമ്യമുള്ളതാണ്. തണുത്തത്, വിറച്ചത്, ശ്വാസം എടുക്കാൻ കഴിയാത്ത പോലെ. ടോർച്ച് എടുത്ത് അനീഷ് മഞ്ഞിനുള്ളിലേക്ക് നടന്നു. പതിയെ നടന്നു. എന്നാൽ ശബ്ദം അടുത്തു. അത് തന്നെ പിന്നിലേക്കും കേൾക്കുന്നു. പെട്ടെന്ന് എന്തോ അനങ്ങി കുറച്ചു മുമ്പില്. ഒരു സ്ത്രീ തല താഴ്ത്തി നിൽക്കുന്ന പോലെ. അനീഷ് വിളിച്ചു, "ആർ യു ഓക്കേ?" സ്ത്രീ പതുക്കെ തല ഉയർത്തി. ടോർച്ചിന്റെ പ്രകാശം അവളുടെ മുഖത്ത് വീണപ്പോൾ അനീഷിന്റെ ഹൃദയം മരവിച്ചു. അവൾക്ക് മുഖമില്ല, നനഞ്ഞ ചർമ്മം മാത്രം. മഴ എല്ലാം കഴുകിക്കളഞ്ഞതുപോലെ. മാത്രമല്ല, അതിന്റെ കാലുകൾ മണ്ണിൽ തൊടുന്നില്ല. അവൾ അടുത്തേക്ക് നീങ്ങി. കാൽപ്പെരുമാറ്റമില്ല, ഇലകളുടെ അനക്കമില്ല. അവൾക്ക് ചുറ്റും മൂടൽമഞ്ഞ മാത്രം ഇളകി നീങ്ങുന്നുണ്ടായിരുന്നു. അവൾ പതിയെ പറഞ്ഞു, "വളരെ വൈകി, തിരിച്ചു പോ." പക്ഷേ ആ മന്ത്രിച്ച ശബ്ദം അവൾ മുന്നിൽ നിൽക്കുമ്പോഴും അനീഷിന്റെ വലത് ചെവിയിൽ നിന്നാണ് വന്നത്. അവൻ ഓഴ്ത്തി. പക്ഷേ കാട് അപരിചിതമായി തോന്നി. ഒരേ മരങ്ങൾ ആവർത്തിക്കുന്നു. പാത അപ്രത്യക്ഷമാകുന്നു. മഴയും മഞ്ഞും ചേർന്ന് ഒരു വെള്ളഭിത്തി. എല്ലാ ദിശയിലും ഒരേ ശബ്ദം. വളരെ വൈകി. അടുത്ത ദിവസം രാവിലെ ഡാം ഗേറ്റിനടുത്ത് വെച്ച് രക്ഷാപ്രവർത്തകർ അനീഷിനെ കണ്ടെത്തി. ഷൂസുകൾ കാണാനില്ല, ക്യാമറ കാണാനില്ല, കൈകൾ മരവിച്ചിരുന്നു. അബോധാവസ്ഥയിലായിരുന്ന അയാളുടെ ചുണ്ടുകൾ നീലിക്കുകയും ശരീരം തണുത്തുറയുകയും ചെയ്തിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, അയാൾ വലിയ ഞെട്ടലിലായി. കഠിനമായ ഭയത്തിന്റെ പ്രതികരണം. സുഖം പ്രാപിച്ച ശേഷം അനീഷ് ഒരു കാര്യം മാത്രം പറഞ്ഞു, "ഞാൻ അവളെ കണ്ടു. പക്ഷേ അവൾ എന്നെ കണ്ടെന്ന് തോന്നുന്നില്ല." അവൾ ആരെയോ തിരയുകയായിരുന്നു, മറ്റാരെയോ. നാട്ടുകാർ പിന്നീട് അവനോട് ഒരു കഥ പറഞ്ഞു. 5 വർഷം മുൻപ് കനത്ത മഴയത്ത് ഒരു സ്ത്രീ ഇതേ സ്ഥലത്ത് വെച്ച് കാൽവഴുതി വീണു. ശരീരം ഒരിക്കലും കണ്ടെടുത്തില്ല. ഓരോ മൺസൂണിലും കൃത്യം പാതിരാത്രിക്ക് മൂടൽമഞ്ഞ് പരക്കും. സഹായത്തിനായി അവൾ കരയുന്നത് കേൾക്കാമെന്ന് ആളുകൾ പറയുന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ പ്രതികരിക്കരുത്. കാരണം ആരാണോ പ്രതികരിക്കുന്നത് അവൾ അവരെ പിന്തുടരും.